ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കഥകൾ കേൾക്കാനും പറയാനും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ കേട്ട കഥകളൊന്നും നമ്മൾ മറക്കാറില്ല അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ മനസ്സിലുള്ള ഒരു കഥ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു സംഭവം, അതിനെ ചേർത്ത് മനോഹരമായ ചിത്രങ്ങളും കേൾക്കാനായിട്ട് ഇമ്പമുള്ള ഒരു ശബ്ദവും നൽകി ഒരു പുസ്തകമാക്കി നിങ്ങളുടെ കയ്യിൽ കിട്ടിയാലോ. അതും വെറും മിനിറ്റുകൾക്കുള്ളിൽ. ഗൂഗിളിൻ്റെ പുതിയ ജെമിനി AI ഫീച്ചറായിട്ടുള്ള സ്റ്റോറി ബുക്ക് യൂസ് ചെയ്തിട്ട് ഇത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ ഫീച്ചർ യൂസ് ചെയ്തിട്ട് നമുക്ക് എളുപ്പത്തിൽ സ്റ്റോറി ബുക്സ്, കളറിംഗ് ബുക്സ്, ഇലസ്ട്രേഷൻ ബുക്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ് ജെമിനി സ്റ്റോറി ബുക്ക് എന്ന് നമുക്കൊന്ന് നോക്കാം. ഗൂഗിൾ ജെമിനിയുടെ ഉള്ളിൽ വന്നിരിക്കുന്ന പുതിയൊരു AI ടൂളാണിത്. ഇത് നമ്മൾക്കൊരു AI കഥാകാരനാണെന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം. നമ്മളുടെ ഐഡിയാസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട സ്റ്റോറി ബുക്കിനെ നമ്മളൊരു പ്രോംപ്റ്റ് ആക്കി ജെമിനിയുടെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ ജെമിനി അതിന് മനോഹരമായിട്ടുള്ള ചിത്രങ്ങളും ലളിതമായ വിവരങ്ങളും ഒക്കെ ഉള്ള ഒരു 10 പേജുള്ള ഒരു ഡിജിറ്റൽ ബുക്കാക്കി നമുക്ക് മാറ്റിത്തരും. ഇത് മാത്രമല്ല, ഈ ഒരു കഥ നമ്മൾക്ക് കേൾക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു ലിസൺ ഫീച്ചറുണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമുക്കും ഈ സ്റ്റോറി കേൾക്കാനായിട്ടും പറ്റും. കുട്ടികൾക്ക് ഉറങ്ങാൻ നേരം കഥ പറഞ്ഞു കൊടുക്കാൻ വിഷമിക്കുന്ന പേരൻസ് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ക്ലാസ്സിൽ കുട്ടികളെ രസിപ്പിച്ച് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ, സ്വന്തമായിട്ട് കഥ എഴുതാനും അതിനോട് ഇഷ്ടമുള്ള കുട്ടികളും അല്ലെങ്കിൽ മുതിർന്നവരും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ടൂളാണ് ഈ സ്റ്റോറി ബുക്ക് എന്നുള്ള ടൂള്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ gemini.google.com വരാം. ജെമിനിയുടെ എല്ലാ ഫ്രീ സബ്സ്ക്രൈബേഴ്സിനും ഇത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ ഈ എക്സ്പാൻഡ് മെനു ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഈ എക്സ്പ്ലോർ ജെംസ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും സ്റ്റോറി ബുക്ക് എന്ന് പറയുന്ന പുതിയൊരു ജെമ്മ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു എക്സ്പെരിമെൻ്റൽ മോഡലാണ്. അതുകൊണ്ട് ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റോറി ബുക്കിൻ്റെ ഫീച്ചേഴ്സ് ആക്സസ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്ക് ഈ സ്റ്റോറി ബുക്ക് എന്നുള്ള ഈ ഒരു ജെമ്മ് ക്ലിക്ക് ചെയ്യാം. ഇനി എന്ത് സ്റ്റോറി ബുക്കാണോ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിനുള്ള പ്രോംപ്റ്റ് നമുക്കിവിടെ കൊടുക്കാം. കുറച്ച് എക്സാമ്പിൾ പ്രോംപ്റ്റ്സ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അവരിവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാം. ഇനി നമ്മളുടെ ഐഡിയ എന്താണോ അത് നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. എ സ്റ്റോറി അബൌട്ട് എ ക്യൂരിയസ് ലിറ്റിൽ റോബോട്ട് നെയിം ബൈറ്റ് ഹു ലിവ്സ് ഇൻ എ ലൈബ്രറി ആൻഡ് ഡിസ്കവേഴ്സ് എ മാജിക്കൽ ബുക്ക് ദാറ്റ് ക്യാൻ ആൻസർ എനി ക്വസ്റ്റ്യൻ എന്ന് ഞാൻ കൊടുത്തു. ഇവിടെ നമുക്ക് വേണ്ട പ്രോംപ്റ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ജെമിനി സ്റ്റോറി ബുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റോറി ബുക്ക് ഇവിടെ ജനറേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജെമിനി ഇവിടെ പറയുന്നുണ്ട്, ഐ ഹാവ് റിട്ടൺ എ സ്റ്റോറി ഫോർ എ യങ് റീഡർ അബൌട്ട് എ ക്യൂരിയസ് ലിറ്റിൽ റോബോട്ട് നെയിംഡ് ബൈറ്റ് ഹു ഡിസ്കവേഴ്സ് എ മാജിക്കൽ ക്വസ്റ്റ്യൻ ആൻസറിംഗ് ബുക്ക് ഇൻ എ ലൈബ്രറി. ഐ ഹോപ്പ് യു എൻജോയ് റീഡിങ് ഇറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇവിടെ ഈ റൈറ്റ് സൈഡിൽ നമുക്ക് നമ്മുടെ ആ ഒരു സ്റ്റോറി ബുക്ക് കാണാനായിട്ട് പറ്റും. ഫസ്റ്റ് ഇതിൻ്റെ ഒരു കവർ പേജ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വിത്ത് ആ ഒരു റോബോട്ടിൻ്റെ ഇമേജ്. അതുപോലെ നമ്മുടെ ബുക്കിന് ഒരു നെയിമും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ആരോസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരോ പേജായിട്ട് ഇതുപോലെ കാണാനായിട്ട് പറ്റും. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ഇമേജും കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ വരുമ്പോൾ ആ ഒരു ടെക്സ്റ്റ് സ്റ്റോറി ആയിട്ടും കൊടുത്തിട്ടുണ്ട്. ഇൻ ദ ക്വാറ്റസ്റ്റ് കോർണർ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ലൈബ്രറി ലിവ് ദ ലിറ്റിൽ റോബോട്ട് നെയിം ബൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസത്തിൽ തന്നെ സ്റ്റോറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഓരോന്നും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പേജസ് ആയിട്ട് ആ ഒരു സ്റ്റോറി അതിന് റിലേറ്റീവ് ആയിട്ടുള്ള ഇമേജുകളും ക്രിയേറ്റ് ചെയ്തിട്ട് തന്നിട്ടുണ്ട്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണല്ലേ ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ജെമിനിയുടെ സ്റ്റോറി ബുക്ക് നമുക്കിപ്പോൾ 10 പേജുള്ള ഈ ഒരു ബുക്സാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് തരുന്നത് കേട്ടോ. 10 പേജിൽ കൂടുതൽ ക്രിയേറ്റ് ചെയ്യില്ല, 10 പേജായിരിക്കും നമ്മുടെ ആ ഒരു സ്റ്റോറി. അപ്പോൾ ചെറിയ ഷോർട്ട് സ്റ്റോറീസ് പോലത്തെ കാര്യങ്ങൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കൊടുക്കുക. ഇനി ഈ സ്റ്റോറി നമുക്ക് ലിസൺ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ഒരു ലിസൺ ക്ലിക്ക് ചെയ്യാം. In the quietest corner of the biggest library lived a little robot named Byte. Byte loved books, even though Byte couldn't read them in the usual way. Byte's optical sensors scanned the spines, imagining all the adventures held within. Byte's favorite thing was to organize the books, but sometimes Byte wished for more.
If only I could understand all these words, Bite chirped. A soft അപ്പോൾ ഇതുപോലെ ഫുള്ള് സ്റ്റോറി നമുക്ക് റീഡ് ചെയ്ത് കേൾക്കാനായിട്ടും പറ്റും. ഓക്കെ, അപ്പം ചെറിയ കുട്ടികൾക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണിത്. നമുക്ക് അവർക്ക് സ്റ്റോറി റീഡ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾക്ക് അവർക്കത് ലിസൺ ചെയ്യാനായിട്ടൊക്കെ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വോയിസ് ഹൈ പിച്ച് വേണോ ലോ പിച്ച് വേണോ എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ലോ പിച്ച്ഡ് വോയിസ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. Bite's favorite thing was to organize the books, but sometimes Bite wished for more. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇത് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇനി ആദ്യം തൊട്ട് ഒന്നും കൂടിയും പറയുന്നത് തുടങ്ങണമെങ്കിൽ സ്റ്റാർട്ട് ഫ്രം ബിഗിനിങ്ങിന് ക്ലിക്ക് The ചെയ്ത് whispering book. In the quietest corner of the biggest library lived a little robot named Bite. അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കേൾക്കാനായിട്ടും പറ്റും. ഫസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വെറുതെ സ്റ്റോറി ബുക്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മാത്രമല്ല, നമുക്കിതിൻ്റെ ഒരു ഡിഫറെൻറ്റ് യൂസ് കേസസ് നോക്കാം. ആദ്യത്തെ ഒരു യൂസ് കേസ് ഫോർ ടീച്ചിങ് പർപ്പസസിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കുട്ടികളെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ടഫായിട്ടുള്ള കൺസെപ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ഇതുപോലെയുള്ളൊരു സ്റ്റോറി ബുക്ക് ഫോർമാറ്റിലാക്കി അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരെ കേൾപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ കാണുന്നതായിരിക്കും കുട്ടികൾക്ക് പഠിക്കാനായിട്ടും മനസ്സിലാക്കാനായിട്ടും എളുപ്പം അല്ലേ. അപ്പോൾ അതുകൊണ്ട് ടീച്ചിങ്ങിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ടഫായിട്ടുള്ള കൺസെപ്റ്റ്സ് മനസ്സിലാക്കി കൊടുക്കാനായിട്ടൊക്കെ ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യാം. അതുകൊണ്ട് ഞാനിവിടെ ഒരു സിമ്പിൾ പ്രോംപ്റ്റ് കൊടുക്കുന്നുണ്ട്. ക്രിയേറ്റ് എ സിമ്പിൾ സ്റ്റോറി ഫോർ മൈ 5-year-old, ഓക്കെ, ടു ഹെൽപ്പ് ഹിം അണ്ടർസ്റ്റാൻഡ് ദ സോളാർ സിസ്റ്റം, മേക്ക് ദ പ്ലാനറ്റ്സ് ഫ്രണ്ട്ലി ക്യാരക്ടേഴ്സ്. അപ്പോൾ സോളാർ സിസ്റ്റം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറി ബുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയുകയാണ്. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് 5-year-old ആയിട്ടുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. അത് നമുക്കിത് സബ്മിറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബുക്ക് ഇവിടെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ട്വിങ്കിൾസ് പ്ലാനറ്ററി അഡ്വെഞ്ചർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതുണ്ട്, വൺസ് അപ്പോൺ എ ടൈം ഇൻ എ സ്വേർലിംഗ് ഗാലക്സി ഫാർ ഫാർ അവേ ലിവ്ഡ് എ ടൈനി ക്യൂരിയസ് സ്റ്റാർ നെയിം ട്വിങ്കിൾ എന്ന് പറഞ്ഞിട്ട് ഓരോരോ സോളാർ സിസ്റ്റം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇലസ്ട്രേഷൻസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഓരോ പ്ലാനറ്റ്സിനെ, ഇപ്പോൾ മാർസ്, അപ്പോൾ ഈ ഒരു റെഡ് കളറിലൊക്കെ കൊടുത്തിട്ട് അത് കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഇമേജ് റെപ്രസെൻറ്റേഷൻ വെച്ചിട്ട് ഓരോന്ന് കാണിച്ചിട്ടുണ്ട്. ഇനി ഇത് ലിസൺ ചെയ്ത് കേൾക്കണമെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ലിസൺ ചെയ്യാം. ഇനി ഇത് നിങ്ങൾക്ക് ഒരാൾക്ക്, കുട്ടികൾക്കോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു ഷെയർ ആൻഡ് എക്സ്പോർട്ട് എന്നുള്ള ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഈ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ലിങ്ക് ആക്കി തരും. ഓക്കെ, ഞാൻ ഈ ലിങ്ക് ഇപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, നമുക്കിത് ആർക്കും ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലിങ്കായിട്ട് തരും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, ലിസൺ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ഇനി അങ്ങനെയല്ല, നമുക്കിതൊന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാനായിട്ട് പറ്റും. ഈ പ്രിൻ്റ് എന്നുള്ള ഈ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഈ സ്റ്റോറി ബുക്കിന് ഒരു PDF ആക്കി നമുക്ക് ഡൗൺലോഡ് ചെയ്ത് തരും. എന്നിട്ട് നമുക്കത് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്തെടുക്കാനായിട്ടും പറ്റും. ഇനി രണ്ടാമത്തത്, കുട്ടികളെ നമ്മൾക്ക് ചില കൈൻഡ്നെസ്, ഷെയറിങ്, അങ്ങനെയുള്ള ചില വാല്യൂസ് പഠിപ്പിക്കാനായിട്ട് അവരെ സ്റ്റോറീസ് പറഞ്ഞ് പഠിപ്പിക്കലാണ് ഏറ്റവും അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് എളുപ്പമുള്ളൊരു കാര്യം അല്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരെ ചില വാല്യൂസ് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള സ്റ്റോറി ബുക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, കൈൻഡ് ആവണം, ടു ദ യങ്ങർ സിസ്റ്ററിൻ്റെ അടുത്ത് എങ്ങനെ കൈൻഡ് ആവണം എന്നുള്ളത് ഒരു സ്റ്റോറി ആക്കി ജനറേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മൈ സൺ ലവ്സ് ടൈഗേഴ്സ്, അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടറിന് ഒരു ഫ്രണ്ട്ലി ടൈഗർ കബ്ബാക്കിയിട്ട് വേണം ക്രിയേറ്റ് ചെയ്യാനായിട്ടും പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റോറി ഉണ്ടാക്കുന്നതെങ്കിൽ കുട്ടികൾക്കത് കുറച്ചും കൂടിയും റീഡ് ചെയ്യാനും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അവർ കേൾക്കാനും ഒക്കെ കുറച്ചും കൂടിയും റെഡി ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വാല്യൂസ് പറഞ്ഞു കൊടുക്കാനായിട്ടൊക്കെ നമുക്ക് ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് സ്റ്റോറി ബുക്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ടൈഗറിനെ വെച്ചിട്ടുള്ള രീതിയിൽ നമുക്ക് സ്റ്റോറി ബുക്ക് ഇവിടെ ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്.
നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു പിക്ചേഴ്സൊക്കെ നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നേക്കുന്നത്. അതുപോലെ നമ്മുടെ മെമ്മറീസിനെ ആനിമേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഒരു പഴയൊരു എവിടെയെങ്കിലും വെക്കേഷന് പോയതോ ഒരു ട്രിപ്പ് പോയതോ ഒക്കെയുള്ള ഫോട്ടോസ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ ആ ഒരു ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് ജെമിനിയുടെ അടുത്ത് ഇതിനെ ഒരു കഥയാക്കി മാറ്റാനായിട്ട് പറയാനായിട്ട് പറ്റും. അതുപോലെ നമ്മുടെ ഇമാജിനേഷൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ വരച്ച ഒരു ചിത്രം ഉണ്ടെങ്കിൽ അത് നമുക്ക് ജെമിനിക്ക് കൊടുത്തിട്ട് അതിനൊരു കഥ ഉണ്ടാക്കിയിട്ട് തരാനായിട്ട് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ അതൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു പടം വരച്ചിരിക്കുന്നതാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ് നമ്മളിവിടെ പറയുകയാണ് ദിസ് ഇസ് എ ഡ്രോയിങ് by my 13-year-old son. Create a story that brings this character to life. ഓക്കെ, എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്യാരക്ടറിനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്ത് തരും, ഒരു സ്റ്റോറി ഉണ്ടാക്കി തരും. അപ്പോൾ നമ്മുടെ സ്റ്റോറിയുടെ ജനറേറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഡിഫറെൻറ്റ് സ്റ്റൈൽസിൽ ജനറേറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു അനിമി സ്റ്റൈൽ വേണം, അല്ലെങ്കിൽ വാട്ടർ കളർ പെയിൻറ്റിങ് രീതിയിൽ വേണം, ഓയിൽ കളർ പെയിൻറ്റിങ് രീതിയിൽ ഒക്കെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫോളോ പ്രോംപ്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് അങ്ങനെ മാറ്റി തരും. പക്ഷേ എൻറ്റയർ സ്റ്റോറി ബുക്കിലാണ് മാറ്റുള്ളൂ. ഒരു ഇൻഡിവിജ്വൽ പേജിൽ മാത്രമായിട്ട് ചേഞ്ചസ് വരുത്താനുള്ള ഒരു ഫീച്ചർ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലില്ല. പക്ഷേ ഇതിപ്പം പുതിയ അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇനി എന്ത് ചെയ്യാം, നെക്സ്റ്റ് വേർഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ആ ഫീച്ചേഴ്സ് അവർ ചിലപ്പം ഇൻക്ലൂഡ് ചെയ്യുമായിരിക്കും. പക്ഷേ ഇപ്പോൾ നമുക്ക് എൻറ്റയർ ആയിട്ടാണ് ചേഞ്ച് ചെയ്യുള്ളൂ, ഇൻഡിവിജ്വൽ പേജിൽ ചേഞ്ച് ചെയ്യാനുള്ള ഫീച്ചർ ഇല്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ നിങ്ങളുടെ ഐഡിയാസ് സ്റ്റോറീസായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഈ വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ക്രിയേറ്റീവായിട്ട് സ്റ്റോറി ബുക്സ് ക്രിയേറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് AI അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.